സഭയുടെ ആരാധനക്രമാഘോഷത്തിനും അതിൽ സംബന്ധിക്കുന്നവരുടെ സജീവമായ ഭാഗഭാഗിത്വത്തിനും സഹായകരമായ ഒന്നാണ് ലിറ്റർജിക്കൽ ചാൻഡ് അഥവാ ആരാധനക്രമാലാപനം. ഗദ്യരൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഗാനാത്മകമായി ചൊല്ലുന്ന രീതിയാണ് ചാൻഡ് അഥവാ ആലാപനം എന്നറിയപ്പെടുന്നത്. ഈ പ്രാർത്ഥനാ രീതിയുടെ ഉത്ഭവം പഴയ നിയമ സങ്കീർത്തനങ്ങളിൽ തന്നെയാണ്. സങ്കീർത്തനങ്ങളാണല്ലോ പഴയ നിയമത്തിൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകളായി ഉരുത്തിരിഞ്ഞത്. അവ ആലപിക്കാവുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പല സങ്കീർത്തനങ്ങൾക്കും രാഗനിർദ്ദേശങ്ങളുണ്ടെന്നുള്ളത് ഇതിന് തെളിവാണ്. സഭയുടെ പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളുടെ രീതിയിൽ തന്നെയാണ് ഉരുത്തിരിഞ്ഞത്. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും ആത്മീയ ഗീതങ്ങളും ആലപിക്കുന്നതിനെപ്പറ്റി വിശുദ്ധ പൗലോസ്ലീഹായും പറയുന്നുണ്ട്. കൊളോസോസ് 3:16. ആരാധനക്രമ പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും അവശ്യഭാഗവും അവയെ പരിപുഷ്ടമാക്കുവാൻ പര്യാപ്തവുമായ ആലാപനമാണ് ആരാധനക്രമാലാപനം. ആരാധനക്രമാലാപനം ദൈവാരാധനയ്ക്കുള്ള ശുശ്രൂഷയാണ്. സഭയുടെ ആധികാരികമായ നിർദ്ദേശങ്ങൾക്കനുസൃതമായ ആരാധനക്രമാലാപനമാണ് സഭയുടെ ദൈവാരാധനയ്ക്ക് ഉപയോഗിക്കേണ്ടത്. സഭാസമൂഹത്തെ ആരാധനാ സമൂഹമായി കെട്ടിപ്പടുക്കുവാൻ പര്യാപ്തമായിരിക്കണം ആരാധനക്രമാലാപനം. സംഗീതോപകരണങ്ങളെക്കാൾ മനുഷ്യസ്വരമാണ് ദൈവാരാധനയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ദൈവമഹത്വീകരണം, മനുഷ്യവിശുദ്ധീകരണം എന്നീ 2 ലക്ഷ്യങ്ങളാണല്ലോ ആരാധനയ്ക്കുള്ളത്. ആരാധനക്രമാലാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും ഇവ തന്നെയാണ്. ദൈവമഹത്വത്തിനും മനുഷ്യവിശുദ്ധീകരണത്തിനും സഹായിക്കുന്ന ഒരു കല എന്ന നിലയിൽ ആരാധനക്രമാലാപനം മറ്റേത് കലയേക്കാളും മഹത്വമുള്ള കലയാണ്. ആരാധനക്രമാലാപനം പ്രാർത്ഥനയെ കൂടുതൽ ആസ്വാദ്യകരമാക്കി തീർക്കുന്നു. ആരാധനക്രമത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെല്ലാം ആവർത്തിച്ചു പറയുന്നുണ്ട്. സജീവവും ബോധപൂർവവുമായ ഭാഗഭാഗിത്വത്തിന് ആരാധനക്രമാലാപനം അത്യന്താപേക്ഷിതമാണ്. ഗാനത്തിലും ശ്രവണത്തിലും നിരന്തരം നിലനിന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുവാൻ ആരാധനാ സമൂഹത്തെ ആരാധനക്രമാലാപനം സഹായിക്കും. ആരാധനക്രമാലാപനം മിശിഹായുടെ ശരീരമാകുന്ന സഭയെ ഒന്നിച്ചു പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നു. സ്വരത്തിൻ്റെ ആരോഹണങ്ങളും അവരോഹണങ്ങളും നിശ്ചിത പരിധിയിലായതുകൊണ്ട് എല്ലാവർക്കും, ഗായകർക്കും അല്ലാത്തവർക്കും ആലപിക്കുവാൻ സാധിക്കുന്നതാണ് ചാൻഡ് രീതി. ഇപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമൂഹം ഹൃദയൈക്യമുള്ള സമൂഹമായി നിലനിൽക്കും. സഭയുടെ പാരമ്പര്യത്തിലുള്ള ആലാപന രീതിയാണ് ആരാധനക്രമ ആലാപനത്തിൽ അവലംബിക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ ആരാധനക്രമത്തിൻ്റെ വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട്. അവ കാത്തു സൂക്ഷിക്കണമെന്നതാണ് സാർവത്രിക സഭയുടെ നിലപാട്. 2ാം വത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമ സംഗീതത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. സാർവത്രിക സഭയുടെ ആരാധനക്രമ സംഗീത പാരമ്പര്യം വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ ഒരു നിധിയാണ്. സാക്രോസാന്തും കൊഞ്ചീലിയും 112 നമ്പർ. സഭയുടെ വളർച്ചയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പാശ്ചാത്യ ലത്തീൻ, പൗരസ്ത്യ ഗ്രീക്ക്, പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യങ്ങളും അവയുടെ ആരാധനക്രമ പാരമ്പര്യങ്ങളുമായിട്ടാണ് സഭയുടെ വളർച്ചയുണ്ടായത്. ഇവയിൽ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമ പാരമ്പര്യമാണ് സിറോ മലബാർ സഭയ്ക്ക് കൈമാറപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും വിവിധ വ്യക്തിസഭകളുടെ കൂട്ടായ്മ എന്നാണല്ലോ.
അതുകൊണ്ട് സഭാകൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തിസഭയുടെയും ആരാധനക്രമത്തോടൊപ്പം ആരാധനക്രമ സംഗീത പാരമ്പര്യവും സംരക്ഷിക്കപ്പെടേണ്ട ഒരു അമൂല്യ നിധി തന്നെയാണ്. ലത്തീൻ സഭയിലെ ഗ്രിഗോറിയൻ ചാൻഡ് വളരെ പ്രസിദ്ധമാണല്ലോ. സിറോ മലബാർ സഭയുടെ കുർബാനക്രമം 1962 സുറിയാനിയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അതിന് ആലാപന ശൈലി ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില പ്രാർത്ഥനകൾ ഗാനരൂപത്തിലാക്കി ആലപിക്കാൻ തുടങ്ങി. പ്രാർത്ഥനകൾ ഗാനരൂപത്തിലാക്കുമ്പോൾ പദ്യഭംഗിക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ അവയുടെ ആശയസമ്പുഷ്ടതയ്ക്ക് കുറവ് വരും. സിറോ മലബാർ സഭയ്ക്ക് ഒരു ആരാധനക്രമ ആലാപന ശൈലി വേണമെന്ന പിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരവും അവരുടെ ആവശ്യപ്രകാരവും എൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ലിറ്റർജിക്കൽ ചാൻഡ് 2017 ജനുവരിയിൽ കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിൽ വെച്ച് നടന്ന സിറോ മലബാർ മെത്രാന്മാരുടെ സിനഡ് ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ ആരാധനക്രമാലാപനത്തിൻ്റെ പാശ്ചാത്യ സംഗീത നോട്ടുകളോടുകൂടിയ പുസ്തകങ്ങളും ഓഡിയോ CD-കളും ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഈ ആരാധനക്രമാലാപനം സഭ മുഴുവനും നടപ്പിലാക്കുവാൻ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവ് അന്നത്തെ മെത്രാപ്പൊലീത്തമാരോടും മെത്രാന്മാരോടും ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്രകാരം സിറോ മലബാർ സഭ ഔദ്യോഗികമായി ആരാധനക്രമാലാപനം തയ്യാറാക്കിയെങ്കിലും അതെല്ലാ രൂപതാതിരൂപതകളിലും പ്രായോഗികമാക്കുന്നതിൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് മെത്രാന്മാരും വൈദികരും അൽമായരും സഹകരണ മനോഭാവത്തോടെ ആരാധനക്രമാലാപനം പ്രായോഗികമാക്കുവാൻ പരിശ്രമിക്കണം. ലിറ്റർജിക്കൽ ചാൻഡിലൂടെ സ്വരച്ചേർച്ചയോടെ ആരാധനക്രമകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചാൽ അത് ദൈവസന്നിധിയിലേക്ക് മനുഷ്യ മനസ്സുകളെ ഉയർത്തുകയും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യും.